ഇത് നമ്മുടെ ട്രിപ്പ് ഡേ 2 ആണ്. നമ്മളിവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാ ടൂറിസ്റ്റ് പ്ലേസും ക്ലോസ്ഡ് ആണെന്ന് അറിഞ്ഞത്. നമ്മളിതൊന്നും അന്വേഷിക്കാതെയാണ് ചാടിത്തുള്ളി ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ വന്നത്. എന്തായാലും നമ്മൾ കാട്ടിക്കൂടി വെറുതെ ഒന്ന് ഇങ്ങനെ പോയി നോക്കാമല്ലോ എന്ന് വിചാരിച്ച്, കുറച്ച് മൃഗങ്ങളെങ്കിലും കാണാമല്ലോ എന്ന് വിചാരിച്ച്. അതേപോലെ തന്നെ ഒട്ടും നിരാശപ്പെടുത്താതെ കുറേ ആനകളെ നമുക്ക് കാണാൻ പറ്റി. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ, നമുക്കൊരു സ്പീഡ് ലിമിറ്റ് തന്നിട്ടുണ്ട്. ആ ഒരു സ്പീഡ് ലിമിറ്റിൽ തന്നെ നമ്മൾ പൊക്കൊണ്ടേ ഇരിക്കണം. ഇങ്ങനെ നിർത്തിയിട്ടിട്ടൊന്നും ആനകളെ ഒന്നും കാണാൻ പാടില്ല. ആനകൾ മാത്രമല്ല, എന്ത് മൃഗങ്ങളെ കണ്ടാലും നമ്മളപ്പോൾ നിർത്തിയിട്ടതിന് നമ്മൾ ഫൈൻ അടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് നമ്മൾ നിർത്തിയിട്ടില്ല എന്നൊക്കെ കള്ളം പറഞ്ഞാലും അവരപ്പം തന്നെ നമ്മുടെ ഫോൺ ചെക്ക് ചെയ്യും. ഫോൺ ചെക്ക് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി മനസ്സിലാവുമല്ലോ ഇപ്പോൾ നമ്മൾ നിർത്തിയിട്ടാണോ ഫോട്ടോ എടുത്തേക്കണം ഇല്ലെന്നൊക്കെ. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ചോളണം കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ കാട്ടിക്കൂടി യാത്ര തുടർന്ന് മുന്നോട്ട് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സൂര്യകാന്തി തോട്ടം കണ്ടത്. പക്ഷേ അതിൽ എൻട്രി ഫീ ഉണ്ട് കേട്ടോ, എത്രയോ 30-100 എങ്ങാണ്ടാണെന്ന് തോന്നുന്ന ഒരാൾക്ക്. അപ്പോൾ നമുക്ക് കുറേ റീൽസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു പ്ലേസാണ്. അപ്പോൾ നമ്മളും കുറേ റീൽസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ അത്യാവശ്യം ഫോട്ടോസും റീൽസൊക്കെ എടുത്തതിന് ശേഷം വന്ന വഴി കൂടി റിട്ടേൺ വന്നപ്പോഴാണ് കുറേ മാനകളെയൊക്കെ കണ്ട്. മാനകളെ നമ്മൾ ഒരുപാട് കാണാൻ പറ്റും. അടുത്തൊക്കെ ആയിട്ട് ഇങ്ങനെ കൂട്ടത്തോടെ കുറേ മാനകളെയൊക്കെ കണ്ട്. നമ്മളിപ്പോൾ പിന്നെയും കുറേ ആനക്കൂട്ടങ്ങളെ കണ്ടിട്ട് ഇങ്ങനെ കണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും എന്താന എന്നുള്ളൊരു രീതിയിലോട്ട് നമ്മൾ അവിടെ അത്രമാത്രം ആനനെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ ആനകൾക്ക് എന്തോ ഒരു പ്രത്യേകത ഇല്ല. നിങ്ങളതിനെ നോക്കുമ്പോൾ മനസ്സിലാവണില്ല, അതിൻ്റെ തലയോടലൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച ഫുഡ് ഇനി കിട്ടാത്ത തന്നെയാണ്. അപ്പോൾ ഇത്രമാത്രം കാട്ടിനുള്ളിൽ എങ്ങനെ ഫുഡ് കിട്ടാതിരിക്കുമെന്നും ഞാൻ ആലോചിച്ചു. നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വെച്ച് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടുള്ള ഒരു റിസോർട്ടിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വഴിയൊന്നും നമുക്ക് അറിഞ്ഞൂടാ, എല്ലാവരെയും പോലെ തന്നെ നമ്മൾ മാപ്പൊക്കെ ഇട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റേ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മുടെ മുമ്പത്തെ സ്റ്റേയിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. നമ്മളിപ്പോൾ ബുക്ക് ചെയ്തിട്ടുള്ള റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. കണ്ടിട്ട് കൊള്ളൊരു നാടൻ പ്രദേശമൊക്കെ പോലെ തന്നെ നല്ലൊരു വൈബ് ഉണ്ട്. അകലിൽ നോക്കുമ്പോൾ തന്നെ അവിടുത്തെ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി അകത്ത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ, പോയി നോക്കാം. നമ്മൾ വൈകിട്ടാണ് എത്തിയതുകൊണ്ട് ആ ഒരു രാത്രി വൈബ് എന്നൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ പൊന്നെ, ഇതാണ് മുതൽ. നമുക്ക് കൊടുത്ത പൈസയൊക്കെ ഉള്ള മുതലുണ്ടല്ലോ ഇവിടെ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ റൂമൊക്കെ സൂപ്പറായിരുന്നു. സൂപ്പർ എന്ന് പറഞ്ഞാൽ നല്ല ക്ലീനായിരുന്നു. എല്ലാം നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഹട്ട് രാത്രിയാണ് സൂപ്പറായിരുന്നു. പക്ഷെ ഞങ്ങൾ ട്രാവലിൻ്റെ ക്ഷീണം കൊണ്ട് രാത്രി ഒന്നും കയറിയില്ല. പിന്നെ സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയുമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഇതാണ് റിസോർട്ടിൻ്റെ പേര്. ശരിക്കും ഒരു ജംഗിൾ തന്നെയാണ് അതിൻ്റെ അകത്ത്. നല്ല സൂപ്പറായിരുന്നു. പിന്നെ നമുക്കൊരു ബാൽക്കണി ഉണ്ട് കേട്ടോ, ഇതേമാതിരി നല്ലൊരു ബാൽക്കണി ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് രാവിലെ തന്നെ ടീ ഒക്കെ കുടിച്ചു. നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു മൈൻഡാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പേര് പോലെ തന്നെ കുറേ ജീവികളുണ്ട് കേട്ടോ. നമ്മളിതിൻ്റെ പൂള് യൂസേ ചെയ്തില്ല. അവിടെ കുറേ തവളകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിന് വിഷമുണ്ടില്ലെന്ന് അറിയാൻ പറ്റാത്തതുകൊണ്ട് നമ്മളത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ലൈവായിട്ടുള്ള പൂരിയായിരുന്നു. പിന്നെ ബാജിക്കറി, ഫുഡൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും. ഈ ഒരു വില്ല ഇതേമാതിരി കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും സ്വന്തമായിട്ട് ഊഞ്ഞാലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു ഹട്ടിലൊക്കെ കയറി നല്ല രസമായിരുന്നു. എന്തായാലും ഈ ഒരു ദിവസം നമുക്ക് ഒട്ടും ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റി. നമ്മുടെ ഇവിടുത്തെ 1 ഡേ സ്റ്റേ ആണ്. അപ്പോൾ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാൻ പോകണേ. അടുത്ത ഡെസ്റ്റിനേഷൻ ഞാൻ ഉടനെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അടുത്തൊരു വ്ളോഗായിട്ടാണ്. ബൈ ബൈ.